ഓ, ഭാര്യയെ മക്കളെ ഉപദ്രവിക്കുന്നു പറഞ്ഞപ്പോ സാറിന് പൊള്ളിയല്ലോ, വലിയ ആവേശവും വന്നല്ലോ. അപ്പൊ എന്റെ ഭാര്യ സാർ വരട്ടാൻ വന്നപ്പോഴോ? കുട്ടിമണിയെ അന്വേഷിച്ചെത്തുന്ന പോലീസിനോട് മനസ്സുജൻ എതിർത്ത് സംസാരിക്കുന്നു. ഈ അസ്ഥിത്തറയെ സാക്ഷിയാക്കി ഞാൻ പറയാം. നാളെ ചന്ദ്രേട്ടൻ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങ് കൂടി നടക്കും. ബാലൻ സീതയുടെ വിവാഹത്തിന് വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇന്ദു ഭീഷണിപ്പെടുത്തുന്നു. മഴയും വെയിലും ഒന്നിച്ചു വന്നാൽ കാട്ടിലെ കുറുക്കന്റെ കല്യാണം. ഇന്ന് കാട്ടിലെ കടുവയുടെ കല്യാണമാ. സീതയും നകുലനും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. സ്വന്തം ഭാര്യയുടെ കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കാൻ പോവുകയായിരിക്കും അല്ലേ? ഇന്ദുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് പോകാൻ ഒരുങ്ങുന്ന ബാലനെ പിന്തിരിപ്പിക്കാൻ കാവടിയും മയിലും ശ്രമിക്കുന്നു. മുഹൂർത്തം ആകാറായി സാറ് പെട്ടെന്ന് എഴുത്തുകുത്തുകളൊക്കെ തീർത്താൻ ചെറുക്കന് താലയും കെട്ടി പിള്ളേർക്ക്. രജിസ്റ്റർ ഓഫീസിൽ നകുലനും സീതയും വിവാഹത്തിന് ഒരുങ്ങുന്നു. സാറ് വണ്ടിപ്പേട്ടയിൽ വന്ന് നകുലൻ ആരാന്നൊന്ന് തിരക്കി നോക്കണം. കല്യാണ കുപ്പായത്തിലായിപ്പോയി ഞാൻ. അല്ലെങ്കിൽ തന്റെ മൂക്കിപ്പ മേശപ്പുറത്തിരുന്നനെ. നകുല അല്ല, സീതയെ കളിയാക്കിയതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് ഷേവ് ചെയ്തെന്ന് വെച്ച് സിംഹം സിംഹം അല്ലാതാവോ? മോനെ നകുല, വേണ്ട. സാറേ, വഴക്കൊന്നും വിചാരിക്കരുതോ. എന്നാ ഇനി എഴുതിയാട്ടെ. രണ്ടുപേരുടെയും വീട്ടഡ്രസ് ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം സാർ. സീത എന്താ ഒന്നും മിണ്ടാത്തെ? എഴുതിയാട്ടെ. ഞാനെന്ത് മിണ്ടാനാ? പറയ്. എന്നാലും എന്ത് മിണ്ടാനാ നകുലേട്ടാ? അല്ല, സീതയ്ക്ക് എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. അവൾക്ക് താല്പര്യക്കുറവൊന്നും ഇല്ല മോനെ, അവളുടെ അവസ്ഥ ഇതല്ലേ. താലി ഇവിടെ വെച്ച് കെട്ടണോ അതോ അമ്പലത്തിൽ പൂജിച്ച് കെട്ടണോ? ഇവിടെ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് മാലയിട്ടങ്ങ് പോവാം. പോകുന്ന വഴിക്ക് അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് താലി കെട്ടാം. എന്താ? മതി, അത് മതി നകുലേട്ടാ. അല്ലെങ്കിലും എന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു താലി കിടക്കുകയല്ലേ. അപ്പൊ കഴിഞ്ഞല്ലേ സാർ? കഴിഞ്ഞു. നകുല, സീതാമോളെ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മാല ഇട്ടിട്ട് ഒപ്പിടാം. അല്ല സാറേ, ഒപ്പിട്ടിട്ട് മാല ഇടണോ അതോ മാല ഇട്ടിട്ട് ഒപ്പിടണോ? നിങ്ങളുടെ മോൻ വലിയ റൗഡിയല്ലേ, അയാളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അയ്യോ, സാർ അപ്പോഴേക്ക് പിണങ്ങി. വല്യണ്ണ മോളെ, അമ്മമ്മയുടെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കേ. മോളെ ചെല്ല്. പിന്നെ ഈ വലിയ വയറും വെച്ചോണ്ടല്ലേ കൊച്ചെന്റെ കാല് തൊടാൻ പോകുന്നത്? എന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും പണ്ട് മുതലേ ഇവൾക്കില്ലേ. കുറച്ച് എനിക്ക് കൂടെ വെച്ചേക്കണേ. ഇന്ന് മുതൽ നിനക്കും കുറച്ച് അനുഗ്രഹം തരും. പക്ഷെ നീ എന്നെ നിഗ്രഹിക്കാതിരുന്നാ മതി. രാജേഷേ, ആ മാലയും തന്നെ. ഇതാ മോനെ നകുല. മോളെ സീത, മാല വാങ്ങി സീത. മോളെ വാങ്ങിക്ക സീത. സീതേ, ആഹാ, നീ വന്നല്ലേ? നിന്റെ മുമ്പിൽ വെച്ച് വേണം ഈ ചടങ്ങ് നടത്താനെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. ഇടുമക്കളെ മാല. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. എന്താ എന്ത് തൊമ്മടുത്തലോടായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? ഇവിടെ വേണ്ട, ഇവൾ എന്റെ ഭാര്യ. നിയമപരമായി ഇപ്പോഴും എന്റെ ഭാര്യ. ആദ്യം ഞാൻ കല്യാണം വേർപെടുത്തട്ടെ, എന്നിട്ട് മതി കല്യാണം പൂമാലയൊക്കെ. എന്റെ അനുവാദം ഇല്ലാതെ വേറെ കെട്ടാൻ പറ്റുമോടി? പറ്റുമെന്ന് പറ്റൂന്നല്ലേ സീതയുടെ ഇപ്പൊ കാണിച്ചത്? എന്തായാലും ബാലേട്ടൻ ഇപ്പൊ കാണിച്ചത് മഹാമോശമായി പോയി. പാവം നകുലൻ. എന്റെ കൊച്ചിനെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലടോ മഹാഭാവി നീ. ആരും മിണ്ടരുത്. പറയാനുള്ളത് സീത പറയട്ടെ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാണെന്നല്ലേ? അല്ലേ അല്ലേ അല്ലേന്നാ? തീർന്നല്ലോ നിന്റെയൊക്കെ സംശയങ്ങള്, നിന്റെ അധികാര പ്രഖ്യാപനങ്ങളും അവകാശ മുദ്രകളും ഒക്കെ. ഈ ഒരൊറ്റ വാചകം ഈ മനുഷ്യന്റെ വായിന്ന് വരാനാ ഞാൻ മൂന്നാം കല്യാണമെന്ന് ഈ നാടകത്തിന് ഒരുങ്ങിയത്. സീതേ, അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ ക്ഷമിക്കണം. നകുലേട്ടൻ ക്ഷമിക്കണം. സീത കളിച്ചത് ഒരു നാടകമാ. ഈ മനുഷ്യനെ ഇവിടെ വരുത്താൻ, ഇയാളുടെ വായിന്ന് ഇത് കേൾക്കാൻ. ഇന്ദുവിനും കലമോൾക്കൊക്കെ തൃപ്തിയായല്ലോ അല്ലേ?
നിന്റെയൊക്കെ അതിര് കടന്ന ആത്മവിശ്വാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ തല അടിച്ചുടയ്ക്കാൻ സീതയ്ക്ക് കഴിഞ്ഞല്ലോ. സന്തോഷായി. എന്റെ താലിയെ ബാലേട്ടൻ അംഗീകരിച്ചെങ്കിൽ അതിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനും കൂടെ ഉള്ള അംഗീകാരമാ. മോനെ നകുല, മോനെ നാടകം കഴിഞ്ഞില്ലേ? ഇവളെ ജയിപ്പിച്ചില്ലേ നിങ്ങള്? ഇനി എന്തിനാ നിൽക്കുന്നേ? ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും സീത. സീതേ മോളെ, എന്തൊക്കെയാ ഇത്? ബാലേട്ടാ, ചന്ദ്രേട്ടാ ഇറങ്ങരുത്. വണ്ടി മാറ്റടാ. എങ്ങനെ? ഇത് ഞാനിപ്പോ തന്റെ കഴുത്തിടാൻ വാങ്ങിച്ചതാ. വിജയിച്ചു പോകുന്നവൻ മാലയിട്ട് പോകണം. നകുല, വഴിന്ന് വണ്ടി മാറ്റ, ഞങ്ങൾക്ക് പോണം. ആ അതെ, ഇല്ലെങ്കിലേ പോലീസിനെ വിളിക്കും. പോലീസിനെ. എന്തോ? ആരാ അത് പറഞ്ഞത്? പോലീസ് വരട്ടെ, എനിക്കപ്പ വേറെ ചിലതും പറയാൻ കാണും. വണ്ടി മാറ്റി നകുല. തനിക്കെന്താ ഇത്ര ധൃതി? ഇനി എവിടെയെങ്കിലും ചെന്ന് വേറെ വല്ല കല്യാണം മുടക്കാനുണ്ടോ? തനിക്കെത്ര ഭാര്യമാരുണ്ടെന്ന് തനിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഉണ്ടോന്ന്? നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ പെങ്ങളെ ഇയാളുടെ കാര്യത്തിൽ? അനാവശ്യം പറയരുത്. താൻ തന്നെ മുറപ്പെണ്ണിനോട് പോയി ചോദിക്കും. അവൾക്ക് നാട്ടിലും മറുനാട്ടിലും ഒളിവുകാല ജീവിതത്തിലും ഒക്കെയായി എവിടെയൊക്കെ എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന്. പുരുഷന്മാരെ വലവീശി പിടിക്കാൻ നിൽക്കുന്ന വശീകരണ യക്ഷി. സീതയെക്കുറിച്ച് നിങ്ങളുടെ വായിന്ന് ഇനി അനാവശ്യം വല്ല വന്നാ വേറൊരുത്തന്റെ ഭാര്യയാണെന്ന് ഞാൻ നോക്കില്ല. കൈവീശി ഒരൊറ്റ അടിയടിക്കും ഞാൻ. നിങ്ങളുടെ കഴുത്തിന് മുകളിലിരിക്കുന്ന മേൽക്കൂര അങ്ങ് പറന്നു പോവും. കേട്ടില്ലേ നിങ്ങളിത്? നിങ്ങളുടെ ഭാര്യയുടെ മറ്റവും പറഞ്ഞത്. നകുല, ഇന്ദു എന്റെ ഭാര്യ. ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുമ്പോ തൊടില്ല ഒരാളും. എങ്കിൽ പിന്നെ എന്തിനാ എന്റെയും സീതയുടെ കല്യാണം മുടക്കിയത്? അത് പറയാ. ഞാൻ പറഞ്ഞില്ലേ, നിയമപരമായി സീത ഇപ്പോഴും എന്റെ ഭാര്യ. എങ്കിൽ പിന്നെ നിയമപരമായുള്ള ആളിനെ ഒപ്പം കൊണ്ടു നിർത്തി സംരക്ഷിക്കാത്തതാ. അതെന്ത് വേണമെന്ന് ചന്ദ്രേട്ടൻ തീരുമാനിച്ചോളൂ. ഒരു ചട്ടമ്പി അതിൽ ഇടപെടണ്ട. നകുലൻ എന്ന ചട്ടമ്പിയെക്കുറിച്ച് പെങ്ങൾക്ക് ശരിക്കറിയത്തില്ല. ഇത് മാന്യതയുടെ ഭാഷ. കയ്യിൽ പൂമാലയ്ക്ക് പകരം ഒരു ജാക്ക് ലിവറുമായിട്ടാണ് നകുലം വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കെട്ടിയവന്റെ തലച്ചോറ് തൂത്തുവരാൻ കൊട്ടയും വെള്ളമായിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നനെ. എന്തുവടത്തി മിണ്ടാതിരിക്കും. ഈ ഭ്രാന്തന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. ഭ്രാന്ത് നിന്റെ അച്ഛനടി. ചേടാ, ഇയാളുടെ കല്യാണം മുടങ്ങിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? സീതയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം, എപ്പോ ഒപ്പം നിർത്തണം, എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നകുലൻ അതിൽ ഇടപെട്ട് ബുദ്ധിമുട്ടണ്ട. നകുലൻ അതിൽ ഇടപെടും. ബുദ്ധിമുട്ടത്തില്ല, പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പറയാനും കൂടിയാ പൂമാലയുമായിട്ട് ഞാൻ പിന്നാലെ വന്നത്. ഇനി സീതയുടെ കാര്യത്തിൽ നിന്റെ അവസാനത്തെ ഇടപെടലായിരിക്കണം, കേട്ടല്ലോ? അല്ലെങ്കിൽ ഇനി നകുലൻ നിന്നെ കാണാൻ വരുന്നത് പൂച്ചെണ്ടിനും പൂമാലയ്ക്കും പകരം കയ്യിലൊരു റീത്തും കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിന്റെ ഈ ഇറച്ചിക്കെട്ടിനകത്തുള്ള ടൂൾസ് എല്ലാം പിച്ചാത്തിക്ക് കോർത്തിയും വലിച്ചെടുക്കും, കേട്ടടാ? സീതയുടെ സ്നേഹത്തിന് നിനക്ക് യോഗ്യതയില്ലടാ. അവളെ ഒപ്പം നിർത്തി നോക്കാനും സ്നേഹിക്കാനും കഴിയാത്ത നീ ഇനി അവളുടെ ജീവിതത്തിന് സ്വസ്ഥത കെടുത്താൻ വരരുത്. പെണ്ണുമ്പിള്ളേ, എവിടെയെങ്കിലും നല്ലൊരു മാവ് വില പറഞ്ഞു വച്ചേക്ക്. മിക്കവാറും ഉടൻ വേണ്ടി വരും. തൃപ്തിയായില്ലേ? നാണം കെട്ട് നനഞ്ഞു നാറിയില്ലേ? പിന്നെ നട റോഡിൽ നിൽക്കണോ പ്രതിമ പോലെ? വരാൻ ഒന്ന് വണ്ടി കയറ്.
അല്ല, അമ്മ എന്താ വേഷമൊന്നും മാറാതിരിക്കുന്നെ? ഒരിടത്ത് പോയിട്ട് വന്നാ വേഷം മാറ്റണ്ടേ? അതേപ്പറ്റി ചോദിക്കുമ്പോ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? നിന്നോട് ആദ്യമായിട്ട് എനിക്ക് ദേഷ്യം തോന്നുക. ഇത്രയും വലിയൊരു ചതി കാണിക്കാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു ഞാനും വല്യണ്ണനും ഒക്കെ? അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ ആരെ ചതിച്ചെന്നാ? ആരെയും ചതിച്ചില്ലേ നീ? വെറുതെ എന്നെ മോഹിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. പാവം വല്യണ്ണനെ സന്തോഷിപ്പിച്ചു. അലഞ്ഞു തിരിഞ്ഞ് നടന്നവനാണെങ്കിലും ചട്ടമ്പയാണെങ്കിലും നകുലിനും ഒരു പുരുഷനല്ലേടി. അവനൊരു മനസ്സില്ലേ? അവനെ ആശിപ്പിച്ച് മോഹിപ്പിച്ച് അവനെ കല്യാണ വേഷം കെട്ടിപ്പിച്ച് കോമാളിയാക്കി അവിടെ കൊണ്ട് നിർത്തിയില്ലേ? അമ്മേ, ഞാൻ ഈ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ഇതിന്റെ പിന്നിൽ എനിക്ക് എന്റേതായ ഒരു ലക്ഷ്യമുണ്ടെന്ന്? ആരും കാണാത്ത ഒരു കാഴ്ച ഇതിന്റെ പിന്നിൽ ഞാൻ കാണുന്നുണ്ടെന്ന്. കാണാതെ പോയ ഭാര്യ തിരിച്ചു വരാൻ വേണ്ടി പത്രപരസ്യം കൊടുത്ത് കല്യാണം കഴിച്ച ഒരു മാന്യൻ വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്നൊരു ന്യായം പറഞ്ഞിരുന്നു. അത് സത്യമായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയണമായിരുന്നു. ഞാനതറിഞ്ഞപ്പോ എന്റെ നെഞ്ചിലുണ്ടായ നീറ്റല് എത്രത്തോളമായിരുന്നു എന്ന് ബാലേട്ടനൊന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ആയിക്കോട്ടെ, നീയും നിന്റെ വാലേട്ടനും കൂടെ പൊള്ളലുകൾ പങ്കുവയ്ക്കേ. പക്ഷേ നകുലൻ അവൻ എന്തു പഴിച്ചു? അവനെ എന്തിന് നീ ഇതിനിടയിലേക്ക് കൊണ്ടുവന്നു? ഈ നാടകത്തിന് നിനക്ക് വേറെ ആരെയെങ്കിലും വാടകയ്ക്ക് എടുത്ത് വേഷം കെട്ടിച്ചുകൂടായിരുന്നോ? അതെനിക്ക് പറ്റിയൊരു തെറ്റാ. നകുലേട്ടനെ വേണ്ടായിരുന്നു. നകുലേട്ടന് ഇത്രയൊരു മാറ്റം ഉണ്ടാവുമെന്നും എന്നെ ഇത്ര മോഹിച്ചിരുന്നുവെന്നും സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ട് ഞാൻ നിൽക്കുമ്പോ എന്നോട് കാണിക്കുന്ന സ്നേഹം പഴയൊരു പകപോക്കലായിട്ട് എനിക്ക് തോന്നിയിരുന്നുള്ളൂ. ഇതാണ് നിന്റെ കുഴപ്പം. നന്മയുള്ളവരെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണ് നിനക്കില്ലാതെ പോകും. അല്ലെങ്കിൽ ആ കണ്ണിൽ ഇരുട്ട് കയറും. എന്നിട്ടിപ്പൊ എന്തായിടി? എങ്കിൽ പിന്നെ നിനക്ക് വാലന്റെ കൂടെ അങ്ങ് പൊയ്ക്കൂടായിരുന്നു അവന്റെ വയലോരം വീട്ടിലേക്ക്? അതിനവൻ നിന്നെ വിളിച്ചില്ലല്ലോ. അവൻ വന്നു നിനക്കുണ്ടാകാൻ പോകുന്ന ഒരു ജീവിതം തല്ലിക്കെടുത്തി. വിളക്കും തല്ലിക്കെടുത്തിട്ട് അവൻ തിരിച്ചുപോയി, ഒരു കൂസലും ഇല്ലാതെ അവന്റെ പുതിയ ഭാര്യയുടെ അടുത്തേക്ക്. ബാലേട്ടൻ വിളിച്ചാലും ഞാൻ തിരിച്ചു പോകത്തില്ലായിരുന്നമ്മേ. പിന്നെ എന്തിനു വേണ്ടി അടി നീ ഈ വേഷം കെട്ടിയത്? ഞങ്ങളെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചത്? അതിന് നീ വ്യക്തമായ ഒരു മറുപടി താ. അവിടെ വന്നിട്ട് ബാലേട്ടൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ വേറെ ഒരു കല്യാണത്തിന് പറ്റുമോന്ന്, അല്ലെങ്കിൽ ആ ബന്ധം വേർപെടുത്താതെ അതിന് കഴിയുമോന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിന് വേണ്ടി അമ്മേ ഞാൻ ഈ വേഷം കെട്ടിയത്, നിങ്ങളെ കൊണ്ടൊക്കെ ഈ വിഡ്ഢിവേഷം കെട്ടിച്ചത്. ആ ഒരൊറ്റ ചോദ്യം കേൾക്കാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ബാലേട്ടൻ ആ ചോദ്യം ചോദിക്കുമ്പോ അതിനുത്തരം കിട്ടാതെ തോറ്റുപോകുന്ന ഇന്ദുവിനെ ഞാൻ കണ്ടു. തകർന്നു നിൽക്കുന്ന മതികളെ ഞാൻ കണ്ടു. ആരൊക്കെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനും പുറന്തള്ളാനും എന്നെ ഒരു മോശം പെണ്ണിനേക്കാൾ താഴ്ത്തിക്കെട്ടാനും ശ്രമിച്ചോ, അവരുടെയൊക്കെ മുന്നിൽ ഇപ്പൊ വിജയിച്ചോണ്ടിരിക്കുക സീത. ആ യുദ്ധത്തിന്റെ ഇടയില് നകുലേട്ടിന് മുറിവേറ്റതില് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇനി നീ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവനോട് പറയാൻ കൃത്യമായ ഒരു മറുപടി നിനക്കുണ്ടോ? നിന്റെ ഭർത്താവിന്റെ സ്നേഹം സത്യമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അവനെ നീ ഒരു കളിപ്പാവയാക്കിയില്ലേ? നകുലേട്ടിനോട് ഞാൻ സംസാരിച്ചോളാം. ഒന്നും സംസാരിക്കാനില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവൻ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നും എനിക്കറിയത്തില്ല. നിനക്കറിയാലോ, എല്ലാ ചട്ടമ്പിത്തരങ്ങളും മാറ്റിവെച്ച് അവൻ നന്നായത് നിനക്ക് വേണ്ടിയാ. നിന്നെ കിട്ടാത്തതിന്റെ വിഷമത്തിൽ കള്ളുകുടിയനും തെമ്മാടിയും ആയവനാ അവൻ. വീണ്ടും നീ കാരണം നേരിന്റെ നല്ല വഴിയിൽ തിരിച്ചു വന്നവനാ. പക്ഷെ നീയായിട്ട് തന്നെ അവനെ പഴയ വഴിയിലോട്ട് തിരിച്ചു വിട്ടല്ലോടി. ഓ, ഇനി എന്തൊക്കെ സംഭവിക്കൂ എന്റെ ഈശ്വര. ഇനി നകുലിനെ പിടിച്ചാ കിട്ടില്ല. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനും ആവില്ല. അത് മാത്രമേ എനിക്കറിയാം. എന്റെ ദൈവമേ, നകുലിനിപ്പോ വരും. വന്നാ ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ എന്റെ ഈശ്വര. തൃപ്തിയായാലോ നിനക്ക് നിന്റെ മോക്കും? വല്യണ്ണ മിണ്ടരു നീ. ചുമ്മാ നടന്ന ചെറുക്കനെ വെട്ടിവേഷം കെട്ടിച്ചിട്ട്. സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു വല്യണ്ണ. എന്തായിരുന്നു അവളുടെ ഉള്ളിലിരിപ്പെന്ന്? എന്ത് ധൈര്യത്തിലാടി അവൾ അങ്ങനെ ചെയ്തത്? ഉറങ്ങിക്കിടന്നെ വിളിച്ചുണർത്തിയിട്ട് ഊണില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പോലെ. കാര്യം അവൻ കുഴപ്പക്കാരനാ. കുറെ കാലം അവളുടെ പുറകെ നടന്നിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ അവനൊരാണല്ലേ. ഇങ്ങനെയൊക്കെയാണ് അവനോട് കാണിക്കേണ്ടത്.
ഞാൻ പറഞ്ഞില്ലേ വല്യണ്ണ, സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിരുന്നു സീതയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന്. ഞാൻ പലതവണ ചോദിക്കുകയും ചെയ്തതാ. പലതവണ ചോദിച്ചു. ഇനി എന്താവോന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ രണ്ടാളിനെയും ഞെക്കിക്കൊന്നുള്ളയോന്ന് പേടിച്ചാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഇനി ജീവിച്ചിരിക്കുന്ന എന്തിനാ? ജീവിക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. എന്തിനാടി അങ്ങനെ മരണം ഇരന്നു വാങ്ങുന്നത്? സീതയ്ക്ക് അവനെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവള് കല്യാണത്തിന് സമ്മതിച്ചത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നകുലനെ ഇഷ്ടമല്ലെന്ന് പലതവണ അവൾ അവനോട് പറഞ്ഞിട്ടുള്ളതാ. എന്നാലും നകുലൻ അവളോട് ഇഷ്ടം കാണിച്ച് നാണമില്ലാതെ പിന്നാലെ വന്നിട്ടുമുണ്ട്. പക്ഷെ ഇതൊരുമാതിരി ചതിയായിപ്പോയി. ഇങ്ങനെ ആരോടും കാണിക്കാൻ പാടില്ല. നീ എന്താടെ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്റെ വല്യണ്ണ, എനിക്കൊന്നും പറയാൻ നാവ് പൊങ്ങുന്നില്ല. നകുലൻ വരട്ടെ, അവൻ നിങ്ങളുടെ നാവ് ചോട്ടി പുറത്തെടുത്തോളൂ. ഇനി എന്നെയും കൂടി എന്തെങ്കിലും ചെയ്യുമെന്നറിയില്ല. കാര്യം മോനാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളായി ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുന്നതെന്നാ. എന്റെ കാര്യത്തിൽ അത് കറക്റ്റാ. ഉള്ള ശത്രുത നീ നിന്റെ മോളും കൂടെ ഇരട്ടിപ്പിച്ച് തരികയും ചെയ്തു. എന്തിയാ അവള് സീത? അവള് അകത്തുണ്ട്. ആ, അവൾ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളോട് പുറത്തോട്ടിറങ്ങി വരാനാ പറഞ്ഞത്. സീതേ, മോളെ സീതേ, സീതേ. സമ്മതിച്ചടി, സമ്മതിച്ച് തന്നിരിക്കുന്നു മോളെ നിന്നെ. നിന്റെ ഈ ധൈര്യം, നിന്റെ ഈ തന്റെ ഇടം. പക്ഷേ ഒറ്റ വാക്കിൽ ഈ പൂക്കോടി മാമ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മണ്ടത്തരമെന്നാ, ആന മണ്ടത്തരം. നീ എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എന്ത് കാര്യത്തിനാ? അതുകൊണ്ട് എന്ത് നേട്ടം നിനക്കുണ്ടായി? നിന്റെ ഭർത്താവിനെ അവിടെ വരുത്തി അവന്റെ മുമ്പിൽ വെച്ച് നീ നകുലന്റെ കൈ പിടിച്ചു പോകുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ ചെയ്തതെന്താ? അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കളിച്ചൊരു നാടകമല്ലേ? സത്യം പറ, ബാലിന് നീ ഒത്തുകൊണ്ടുള്ള ഒത്തുകളിയായിരുന്നോ? അമ്മാമേ, ഇതിലൊരു നാടകവും ഇല്ല, ഒത്തുകളിയില്ല. എനിക്കൊരു കാര്യത്തിൽ വാശിയുണ്ടായിരുന്നു. അയാൾ വേറെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പോലെ അയാളുടെ മുമ്പിൽ ഞാനും ഒരു കല്യാണത്തിന് ഒരുങ്ങി നിൽക്കണമെന്ന്. അത് നല്ല കാര്യം. അതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുങ്ങി നിന്നിട്ട് നീ അവസാനം മാറിയത് എന്താന്നാ ഞാൻ ചോദിച്ചത്. അയാളുടെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ട് എനിക്ക് അറിയണമായിരുന്നു. ഇന്നെനിക്കത് മനസ്സിലായി. ബാലേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ വന്നതും എന്റെ കൈ ഇരുന്ന പൂമാല മേടിച്ച് വലിച്ചെറിഞ്ഞതും എന്നെ അടിക്കാൻ കൈ ഒങ്ങിയതും ഒക്കെ. നീ അപ്പം നകുലനെ വെറും ഒരു പരീക്ഷണ വസ്തുവാക്കി. കൊള്ളാം. പക്ഷെ അവിടെ നകുലുണ്ടായ അവമാനം നീ എന്താ കാണാതെ പോയത്? ഞാനായിട്ട് നകുലേട്ടന് ഇത്രയും വലിയൊരു അപമാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ആർക്കും മനസ്സിലായില്ലെങ്കിലും അമ്മാമ്മയ്ക്കെങ്കിലും മനസ്സിലാവുമെന്ന് കരുതി. നിന്റെ മനസ്സിന്റെ കൂടെയും നിന്റെ ജീവിതത്തിന്റെ കൂടെയും എക്കാലവും നടന്നിട്ടുള്ളവന് എന്റെ മക്കളെപ്പോലും ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. പക്ഷെ നിന്റെ ഒരു കാര്യവും ഞാൻ മാറ്റി വച്ചിട്ടില്ല. നിന്റെ കാര്യങ്ങൾക്കെല്ലാം സ്കൂളിലും കോളേജിലും വന്നതും ഇന്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ കൊണ്ടുകിടന്നത് ഞാനാ. എന്റെ ഭാര്യ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, സ്വന്തം മക്കളെ ശ്രദ്ധിക്കാതെ നിന്റെ കാര്യങ്ങൾക്ക് നടന്നതുകൊണ്ടാ എന്റെ മക്കൾ ഒന്നും ആകാത്തത്. അതിലും എനിക്ക് പരാതിയില്ല. പക്ഷേ നകുലനോട് പറയാൻ എന്തു മറുപടിയുണ്ട് എനിക്ക് നിനക്കുമൊക്കെ? നിന്റെ മനസ്സും നിന്റെ ന്യായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബോധ്യമാവോ? നകുലേട്ടനോട് ഞാൻ സംസാരിക്കാം. നകുലിനോട് നീ സംസാരിച്ചു. നിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. പൊന്നു മോനെ നകുല, പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മുടെ കൊച്ചല്ലേ സീത, അവക്കൊരു അബദ്ധം പറ്റിയതാ. നീ ഏതെങ്കിലും ക്ഷമിച്ചു നിങ്ങള്. എടാ, ഞാൻ പറയുന്നു, നീ ഒന്ന് കേൾക്ക്. ഞാൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത്. എടാ, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, വേണമെങ്കിൽ എന്നെ കൊന്നോ. അവളെ നീ ഒന്നും ചെയ്യരുത്. മോനെ നകുല, എന്നെ കൊന്നു നീ. അവളെ ഒന്നും ചെയ്യല്ലേടാ, വയറ്റ് കണ്ണിയല്ലേ. ഒന്നും ചെയ്യല്ലേടാ മോനെ. രണ്ടുപേര് എന്റെ മുന്നിൽ നിന്ന് മാറ്. എന്റെ തനി സ്വഭാവം എടുപ്പിക്കരുത്. മുഖം ഉയർത്തടി. എടീ, നിന്നോടാ പറഞ്ഞത് മുഖം ഉയർത്താൻ. അയ്യോ മോനെ നകുല, അവളെ ഒന്നും ചെയ്യില്ലേ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടി എന്നെ കുരങ്ങൊളിപ്പിച്ചതിന്? കൊരങ്ങന്റെ കയ്യിൽ പൂമാല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊരങ്ങന്റെ കഴുത്തിൽ പൂമാല ഇടാനായിരുന്നു യോഗം. നീ ചാടിക്കളിക്കാൻ പറഞ്ഞു, ഞാൻ ചാടിക്കളിച്ചു. നീ ആടിക്കളിക്കാൻ പറഞ്ഞു, ഞാൻ ആടിക്കളിച്ചു. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നീ ചെയ്തത് അതായിരുന്നല്ലേ? നകുലനെ കുഞ്ഞിരാമനാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടി?
അത് നീ പറയടി. നിനക്ക് പറയാനുള്ളത് മൊത്തം കേൾക്കാനാ ഞാൻ വന്നത്. നകുലേട്ടാ, ഞാൻ ചെയ്തത് തെറ്റാ. പക്ഷെങ്കില് നകുലേട്ടാ, എനിക്ക് നിനക്ക് ജയിക്കണമായിരുന്നല്ലേ? നിനക്ക് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ ജയിക്കണമായിരുന്നു. അവനെയും അവന്റെ പുതിയ ഭാര്യയെ തോൽപ്പിക്കണമായിരുന്നു. നീ ജയിച്ചു. പക്ഷെ എന്നെ തോൽപ്പിച്ചെന്തിനാ? തെറ്റാണ് നകുലേട്ടാ. എനിക്ക് വേറെ ആരെയും ആശ്രയിക്കാനുണ്ടായിരുന്നില്ല. എനിക്ക് തെളിയിക്കണമായിരുന്നു എന്റെ വയറ്റിൽ കിടക്കുന്ന അയാളുടെ കുഞ്ഞാണെന്ന്. അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടെന്ന്. കാരണം അത്രയ്ക്ക് എന്നെ അപമാനിച്ചു ഹിന്ദു മതികലെ. എനിക്ക് വേറെ എന്ത് ചെയ്യണോന്ന് അറിയില്ലായിരുന്നു നകുലേട്ടാ. അറിയാതെ പറ്റിപ്പോയതാ. അപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ മനസ്സോടെ അല്ല നീ സമ്മതിച്ചത്? അല്ല, എന്റെ ജീവിതത്തിലേക്ക് നീ വരാന്ന് പറഞ്ഞതും എന്റെ കയ്യിൽ നിന്ന് നീ മന്ത്രകോടി വാങ്ങിച്ചതും നല്ല മനസ്സോടെ അല്ലായിരുന്നോ? നകുലേട്ടന്റെ ജീവിതത്തിലേക്ക് നകുലേട്ടന്റെ ഭാര്യയായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നകുലേട്ടനെ എനിക്കിഷ്ടമാ. നകുലേട്ടനോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. എനിക്കൊരാവശ്യം വന്നാ നകുലേട്ടൻ മുന്നിൽ വന്ന് നിൽക്കുമെന്നും എനിക്കറിയാം. പക്ഷെ ഒരു പെണ്ണിന് ഭർത്താവിന്റെ സ്ഥാനത്ത് എല്ലാരെയും കാണാൻ പറ്റുമോ നകുലേട്ട? അപ്പൊ കുട്ടിക്കാലം തൊട്ട് ഇവിടം വരെ നകുലം മണ്ടനായിരുന്നല്ലേ? സാരമില്ല, നീ എനിക്കൊരു വലിയ പാഠമാ പഠിപ്പിച്ചെന്നത്. സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല, ഭീഷണിപ്പെടുത്തി നേടാനും പറ്റത്തില്ല, യാചിച്ച് നേടാനും പറ്റത്തില്ല. നീ ഉറങ്ങിക്കിടക്കുമ്പോ എനിക്കെല്ലാം മോഷ്ടിച്ചോണ്ട് പോവാം, നിന്റെ മനസ്സൊഴികെ. മനസ്സും സ്നേഹവും മോഷ്ടിക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നീ എനിക്ക് തന്നത്. ഞാൻ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നൊന്നുമല്ല. ഇപ്പൊ ചിന്തിക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നടി. നീ ഒരു നല്ല പെണ്ണ. നീ നിന്റെ ഭർത്താവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലായി. അവന് നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമില്ല, അത്രേ ഉള്ളൂ. നീ കരുതുന്നത് പോലെ ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂവെങ്കിലും അല്പസ്വല്പ ബുദ്ധിയൊക്കെ എനിക്കുണ്ടടി. ഞാൻ നിനക്ക് മന്ത്രകോടി വാങ്ങിച്ചു തന്നപ്പോഴും ഞാൻ വേഷം കെട്ടി ഇവിടെ വന്നപ്പോഴും ഒക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സീതേ, ഇതിലെന്തോ നീ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് ശരിയായി. ബാലനെ വിളിച്ചു വരുത്തി തോൽപ്പിക്കാനുള്ള നിന്റെ തന്ത്രം, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർക്കിക്കുന്ന നിന്റെ ബുദ്ധി, അതറിഞ്ഞോണ്ട് തന്നെയാടി ഞാൻ ഈ കോമാളി വേഷം കെട്ടിയത്. അതെടി, നിനക്കൊരിക്കലും എന്റെ ഭാര്യയാവാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അത് തീർന്നു. എനിക്കറിയാമായിരുന്നു ബാലം വരുമെന്ന്. ഇനി ബാലം വന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവസാന നിമിഷം നീ എന്തെങ്കിലും പറഞ്ഞ് പിന്മാറുമെന്നും എനിക്കറിയാമായിരുന്നു. എന്തായാലും നീ ജയിച്ചല്ലോ. ഞാൻ തോറ്റാലും സാരമില്ല, നീ ജയിച്ചില്ലേ? കുഞ്ഞുനാള് തൊട്ട് സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നകുലന്റെ സ്നേഹത്തിന് എന്താടി കോപ്പ വില? പോടി. പിതാശ്രീ, പിതാശ്രീക്കൊരു കാര്യം തരാൻ മറന്നു. ദാ 3 ഗ്രാമുണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. കുതിരപ്പട്ടാളം അങ്ങ് എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചേ കല്യാണം? നിനക്ക് സന്തോഷമായോ? ആങ്ങളയുടെ മകൻ പുറകെ വരുന്നുണ്ട്, പോയി ചോദിക്കും. എന്തു പറ്റിയടാ ബാല? എന്താ നിനക്കൊരു വാട്ടം? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് നീ പറഞ്ഞാ ഞാൻ സമ്മതിക്കൂല. നിന്നെ കാണുമ്പോ എനിക്കറിഞ്ഞൂടെ? എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ? ചേട്ടാ ഇതെന്തൊരു കൂത്ത്. ആ ശരിയടാ, നീ വെച്ചോ. കൊച്ചേ
എന്നതാ പ്രശ്നം? നീയൊക്കെ അങ്ങോട്ട് തുള്ളിച്ചാടി പോയിട്ട് ഇപ്പൊ എന്ത് പറ്റി? തിരിച്ച് പൂക്കുല തുള്ളി വന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തോ വേണം? ഒരു കാര്യം അറിയണമെന്ന് ആർക്കും കൗതുകം തോന്നത്തില്ല. എന്തായാലും നിന്റെ കല്യാണക്കാര്യമൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ. നിങ്ങളുടെ കുടുംബക്കാരുടെ സ്വഭാവമൊന്നും അല്ല എനിക്ക്. അതുകൊണ്ട് രഹസ്യ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പെണ്ണേ, നീ കാര്യം പറയും. നിന്നോട് വഴക്കുണ്ടാക്കാനുള്ള സമയം എനിക്കിപ്പോ ഇല്ല. എന്നതാ അറിയേണ്ടത്? സീതയുടെ കല്യാണം കഴിഞ്ഞോന്ന്? കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലേ? അയ്യോ, അതെന്നാ പറ്റി? നടന്നില്ല, അത്ര തന്നെ. അതിനൊരു കാരണം വേണ്ടേ? എന്താ ചെറുക്കൻ വന്നില്ലേ? ചെറുക്കനും കുറുക്കനും ഒക്കെ വന്നു. ചെറുക്കൻ വന്നു എന്ന് വെച്ച് കല്യാണം നടക്കൂ? പിന്നെ മുടക്കി. കല്യാണം മുടക്കിയോ? ആര്? ഇവിടുത്തെ വാലേട്ടൻ. ആദ്യ ഭാര്യ പൂമാലയും കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഇവർക്ക് ഭ്രാന്ത്. എന്നിട്ടെന്താ, പൂമാലയും വലിച്ചെറിഞ്ഞ് 4 ഡയലോഗ്. എന്നാ പോലെ? കുന്തം 4 വർത്തമാനം പറഞ്ഞു. എന്ത് വർത്തമാനം? സീതയുടെ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്, വേറെ കെട്ടാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എനിക്ക് കണക്കായി പോയി. ആദ്യം സീത കൊച്ചിന്റെ കയ്യിൽ എന്തുമാത്രം തെറ്റുണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് വേറെ കെട്ടിച്ചു വിടാൻ. എന്നിട്ട് ഇന്ദുക്കൊച്ച് എന്നാ പറഞ്ഞ്? ഇന്ദുക്കൊച്ച് എന്നാ പറയാൻ? കാലി തുള്ളി വന്നത് കണ്ടില്ലേ? ഇന്നിപ്പം മിക്കവാറും ബാലേട്ടന് ജ്യൂസ് അടിച്ചു കുടിക്കും. അത് കൂടാതെ വന്ന വഴിക്ക് വേറൊരു വയ്യാവേലി. ആ നകുലൻ വഴിയിൽ തടഞ്ഞു ഭീഷണിപ്പെടുത്താൻ വന്നേക്കുന്നു. എന്തിന്? ആ പാവം ആശിച്ചു മോഹിച്ചിരുന്ന കല്യാണമല്ലേ ബാലേട്ടനായിട്ട് ചെന്ന് മുടക്കിയത്. കുത്തി കൊടലെടുക്കൂന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. എന്റെ ദൈവമേ, വന്നു കയറിയ പെണ്ണുങ്ങള് കാരണം ഇവിടത്തെ കൊച്ചന്മാർക്ക് ഒരു കാലത്തും ഒരു സ്വസ്ഥതയില്ലല്ലോ. അടച്ചങ്ങനെ പറഞ്ഞ എന്റെ വായിലിരിക്കുന്ന നിങ്ങൾ കേക്കും കേട്ടോ. എന്റെ കുഴപ്പം കൊണ്ട് ഇവിടത്തെ ചെക്കൻ എന്ത് സംഭവിച്ചു? അവന് പിന്നെ സ്വസ്ഥത കാണുമല്ലോ, മിണ്ടാതെ പമ്മി കിടന്നുള്ളൂല്ലോ. അങ്ങനെ നിക്കുന്നത് കൊണ്ടാ ഇവിടോട്ട് വല്ലതൊക്കെ കിട്ടിയത്. നീ കൊണ്ടുവന്ന ബ്രിഡ്ജിന്റെ ടിവിയുടെ കാര്യമായിരിക്കും. അല്ല വച്ചേ, കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് സീത ഇനി ഇവിടെ വന്ന് നിൽക്കുവോ? നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ ബാലേട്ടൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമായിരിക്കും. ബാലേട്ടന്റെ മനസ്സിലെന്താണെന്ന് ബാലേട്ടന് മാത്രമല്ലേ അറിയൂ. ഇവിടെ പിന്നെ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാലോ. 3 നില വീടല്ലയോ? വീടിന്റെ പേര് മാറ്റണം. വയലോരം വീടെന്നുള്ളത് വയലോരം ലോഡ്ജ് എന്നാക്കണം. എന്തായാലും ഒരു മഹാപാപം നടന്നില്ലല്ലോ, അത്രയും വലിയ കാര്യം. എന്തായാലും എന്റെ വേലുവിനിപ്പോ സമാധാനായി കാണും. നിന്റെ അപ്പ ഷൺമുഖവേലിനെ മോള് ഞങ്ങളുടെ കൂടെ ഇങ്ങ് വന്നപ്പോ പഴനിമല ഞാൻ കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ടു പെരിയപ്പാ. ഞാൻ ഒറ്റയ്ക്ക് ഒരു പാൽക്കുടവുമായി ഭഗവാനെ കാണാൻ പോകുന്നു. പിന്നെ വേറൊരു സ്വപ്നവും കണ്ടു പെരിയപ്പാ. അത് ശരി. അപ്പൊ ഇന്നലെ രാത്രി മൊത്തം സ്വപ്നമായിരുന്നു. എന്താ കണ്ടത്? ഒരു വനത്തിലൂടെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. എനിക്ക് വഴി കാണിക്കാൻ ഒരു സ്വർണ്ണവേലിന്റെ വെളിച്ചം മാത്രം. ഭഗവാൻ മോളുടെ കൂടെ ഉണ്ട്. അതാ. എന്റെ മനുഷ്യ, നിങ്ങൾ അറിഞ്ഞോ? നീ പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? എന്തമ്മേ? മോളെ, സീതയുടെ കല്യാണം നടന്നില്ല. സീതക്ക കല്യാണം നടന്നില്ലേ? എന്ത് പറ്റി? അവിടെ ചെന്നപ്പോ ബാലൻ തന്നെ മുടക്കിയെന്ന്. വക്കീൽ അവിടെ മുടിയാട്ടം നടത്തുന്നു. മറ്റേ മന്ദരം മിഴുങ്ങസ്യാന്നും പറഞ്ഞു നിൽക്കുന്നു. നന്നായി പോയി. ഇവിടുന്ന് പോവാൻ നേരം ഞാൻ അവനോട് അത്രയും പറഞ്ഞു വിട്ടത് നന്നായി. അത് അവന്റെ ചങ്കി തറച്ചിട്ടുണ്ട്, ഉറപ്പാ. വക്കീല് ഭാര്യ കൂമ്പിടിച്ച് വാട്ടായിരുന്നാ മതി. എന്തായാലും എനിക്ക് ഇത്തിരി സന്തോഷമായി. எனக்கும் சீதாக்கா பாவம்மா. அம்மா, அவங்களோட கண்ணீரை மண்ணில விழருது. விழுந்தா விழுந்த இடம் கருகி போகும். എന്തൊരു ബഹളമായിരുന്നു. പുത്തൻ സാരി, പൊട്ട്, ചാന്ത്, ഒരുക്കൻ, ചമയക്കൂട്ട്, ഒടുക്കൻ നായ ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചിഞ്ഞു പോന്ന്. ശരിക്കും എന്താടി അവിടെ സംഭവിച്ചത്? മതികല പെണ്ണാണ് പറഞ്ഞത്. ഇവരവിടെ ചെന്നപ്പോ കല്യാണം നടക്കാൻ പോവുകയാണെന്നോ, ബാലൻ അത് കണ്ട് പ്രാന്തളകി ചെന്ന് പൂമാല വലിച്ചു പറിച്ചു കളഞ്ഞെന്നോ. എന്നിട്ട് സീത ഭാര്യയാണെന്ന് പറഞ്ഞെന്ന്. ഇന്ദുവും ജന്തുവും ഒക്കെ അണ്ണാക്കിലെ പിരി വെട്ടിയതുപോലെ അവിടെ നിന്നെന്ന്. ബാലണ്ണ അങ്ങനെ പറഞ്ഞെങ്കി അതിനർത്ഥം ബാലണ്ണ മനസ്സിல சீதக்கா கிட்ட நிறைய பாசம் இருக்கு. அவங்க கிட்ட நிறைய ஸ்நேகம் இருக்கு. கதிகேடு கொண்டா ബാലണ്ണ அந்த സ്നേഹം പുറത്ത് കാട്ടാത്തത്. அந்த കുഴന്തയോட കാര്യത്തിലെയും ബാലണ്ണനക്ക് ഉറപ്പുണ്ട് അത് തന്നോട് സ്വന്തം. പക്ഷേ പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ബാലന്റെ ജീവിതത്തിലെ മനസമാധാനം എന്നേക്കുമായി പോയി.
ഇനിയിപ്പം സീതയോടുള്ള പകയും ദേഷ്യവും ഒക്കെ ഇവിടുള്ള മഹാറാണിമാർക്ക് കൂടത്തേ ഉള്ളു. ബാലനോട് മുഖം വീർപ്പിക്കൽ കാണും. എന്തായാലും എന്റെ സീതമോക്ക് സന്തോഷമായി കാണും. ബാലനിൽ നിന്ന് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമെങ്കിലും കുതിച്ച് അത് നിന്നിട്ടുള്ളത്. ആ ഇപ്പൊ അതിനൊരു പ്രതീക്ഷയായി കാണും. അതെ പ്രിയപ്പ, നഷ്ടപ്പെട്ടു പോയിന്ന് കരുതിയ വാഴ്ക്കെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം ഒരു പുതിയ വെളിച്ചം. ഓ, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും സന്തോഷിച്ചിട്ടും എന്നാത്തിനാ? സീത ഒരു വിളക്ക് കൊളുത്തിയാൽ ഊതിക്കെടുത്താൻ വേറൊരു ഭാര്യ ഇല്ലേ ഇവിടെ? സത്യത്തിൽ ബാലന് പറ്റിയ ഒരു വലിയ അബദ്ധമായി കല്യാണം. അവന് കുറച്ചുനാളൂടെ കാത്തിരുന്നാ പോരായിരുന്നു. അമ്മാ, തിരിച്ചു നടക്കാൻ പറ്റാത്ത ഒരൊറ്റ യാത്രയേ ഉള്ളൂ. അതാണ് ജീവിതം. വന്നത് വந்தாச்சு. ഇനി മുന്നോട്ടുള്ള വഴികളിൽ അതിന്റെ ബാക്കി നേരിടുക. അതെ, ഭഗവാൻ എല്ലാം നേരെയാക്കി തരും. ആര് നിൽക്കണം, ആര് പോണമെന്നൊക്കെ എല്ലാം ഭഗവാൻ തീരുമാനിക്കും. ആമാമ്മ, അന്ത പഴനി ആണ്ടവൻ തോണേ. പറയാ, എന്തിനായിരുന്നു നിങ്ങളുടെ ഈ നാടകം? പറയാൻ ഇന്ദു, മിണ്ടരുത് നിങ്ങള്. എന്റെ പേര് പറയാൻ എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? അവളുടെ കല്യാണം കൂടാനെന്നും പറഞ്ഞ് നിങ്ങൾ വന്നത് കല്യാണം മുടക്കാനായിരുന്നു അല്ലേ? ഇന്ദു, ആ നിമിഷത്തിൽ എനിക്കതാ ചെയ്യാൻ തോന്നിയത്. പഠിച്ച കള്ളനാ നിങ്ങള്. നിങ്ങളീ കാണിക്കുന്നതൊക്കെ നിങ്ങളുടെ അഭിനയമാ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളും അവളും കൂടി ചേർന്നൊരുക്കിയ ഒരു നാടകമായത്. അതുകൊണ്ട് തന്നെയാ എന്നെ വിട്ടിവേഷം കെട്ടിച്ച് എന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. ഇതിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇന്ദുവിനെല്ലാരും നിർബന്ധം പോണമെന്നും കാണണമെന്നൊക്കെ. അയ്യടാ, നിങ്ങൾ എന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും അഭിനയിക്കുകയാണോ? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പോയേനെ. ആ പിഴച്ചവളെയും അവളുടെ പിഴച്ച സന്തതിയും ആരെങ്കിലും ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് സഹിക്കത്തില്ല. നിങ്ങൾ അതിന് സമ്മതിക്കത്തുമില്ല. ഒരു വൃത്തികെട്ട സ്ത്രീയുടെ മുമ്പില് എന്റെ അഭിമാനം ചവിട്ടി അരച്ച് കളഞ്ഞവനാ നിങ്ങള്. അവളുടെ വാടക ഗുണ്ടയായ നകുലനെ കൊണ്ട് എന്നെ പരസ്യമായി ചീത്ത വിളിപ്പിച്ചവനാ നിങ്ങള്. എന്റെ ഇന്ദു ഒന്ന് നിർത്ത്. നിർത്തില്ല ചന്ദ്രേട്ടാ. ഇന്ദുബാല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ നാട്യമാണ് പഠിച്ചതെങ്കിൽ ഞാൻ നിയമമാ പഠിച്ചത്. സീത ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അതൊക്കെ ഞാൻ ചെയ്യും. എന്റെ ആ സ്വസ്ഥതക്കേട് കൊന്നു തീർക്കണമെങ്കിൽ ഞാൻ കൊന്നു തീർക്കും. സീതയുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ നകുലനോട് വിളമ്പുന്നത് കേട്ടല്ലോ. അവളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് ഞാൻ എടുക്കും. എന്റെ ദൈവമേ, എന്തൊരു കഷ്ടമായത്. ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കില്ല. അത്രയ്ക്ക് ചതിയനാ നിങ്ങൾ. ഓ, ഉറക്കം തന്നെ ഉറക്കം. വേറെ എന്ത് ചിന്തിക്കാനാ? സുഖം അല്ലേ? പരമസുഖം. രവിയേട്ടാ, രവിയേട്ടാ, അയ്യോ, വാക്കത്തിക്കോട്ടല്ലേ കട്ടൻ ചായ മതിയേ. നാണമില്ലേ മനുഷ്യ? പകല് കിടന്നുറങ്ങിയിട്ട് അയ്യോ പൊത്തോന്ന് പറഞ്ഞ് എണീക്കാൻ. ഞാൻ ഉറങ്ങിയൊന്നുമില്ല പൊന്നെ, കിടന്നേ ഉള്ളൂ. ഓ, അറിയാതെ കണ്ണം കടഞ്ഞു പോയി. അതിനാ ഉറക്കം എന്ന് പറയുന്നത് കേട്ടോ. അല്ല, എന്തായി പോയ കാര്യം? കല്യാണമൊക്കെ കഴിഞ്ഞോ? ഞാനേ മതി വരുന്നത് നോക്കി നോക്കി ഇരിക്കായിരുന്നു വിശേഷങ്ങളൊക്കെ അറിയാൻ. നോക്കി നോക്കി ഇരിക്കണ്ട, ഇടയ്ക്കൊന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ കാര്യങ്ങൾ അറിയാനായിട്ട്. അല്ലെങ്കിൽ നാഴികക്ക് 40 തൊട്ടും വിളിക്കുന്നല്ലേ. ആ, ഓ, കാറില് ബാലേട്ടൻ എന്തുവടത്തേക്കുള്ളതല്ലേ, അപ്പോ നമുക്കൊരു പ്രൈവസി കിട്ടില്ലല്ലോ. പിന്നെ പ്രൈവസി ഇന്നലെ അല്ലായിരുന്നു നമ്മുടെ കല്യാണം. ഒരു മനുഷ്യൻ. പറ മതി, എന്തായി? കല്യാണമൊക്കെ കഴിഞ്ഞോ? എവിടുന്ന്? എന്താ മതി, എന്തു പറ്റി? എന്റെ പൊന്നു മനുഷ്യ, ഈ വയലോരം വീട്ടിലെ പ്രശ്നങ്ങള് അടുത്ത കാലത്തൊന്നും തീരത്തില്ല. അതെന്താ? അതല്ലേ രസം. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ അവിടെ കണ്ട കാഴ്ച, സീതാദേവിയുടെ കല്യാണത്തിന് എല്ലാവരും രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുന്നു. വരൻ നകുലനുണ്ട്, പൂക്കോടി അമ്മാവനുണ്ട്, അവരുടെ അമ്മയുണ്ട്, പിന്നെ ഈ ലോറി തെരുവിലും 1-2 ആൾക്കാരും. സീതയുടെ കയ്യിലെ പൂമാല കണ്ടതും ബാലേട്ടന്റെ സ്വഭാവം അങ്ങ് മാറി.
ബാലേട്ടൻ നേരെ പാഞ്ഞു ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൂമാല മേടിക്കുന്നു, പിച്ചി ചീന്തുന്നു, വലിച്ചെറിയുന്നു. ഹോ. എന്നാത്തിന് ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതാ എനിക്കും അറിയാൻ വയ്യാത്തത്. പുള്ളിക്ക് ആദ്യ ഭാര്യയെ വിട്ടുകൊടുക്കാൻ ഭയങ്കര മടിയാണെന്ന്. അതുകൊള്ളാലോ, രണ്ടാമത് പെണ്ണും കെട്ടി ജീവിതവും തുടങ്ങി. പിന്നെ ആദ്യ ഭാര്യയെ വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമെന്താ? അതെന്നോട് ചോദിച്ചാ എനിക്കറിയാൻ പറ്റുമോ? എന്തായാലും ഭയങ്കര നാണക്കേടായിപ്പോയി. അവിടുന്ന് തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടത് ആയുസിന്റെ നേരാന്ന് പറഞ്ഞാ മതി. വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു ലവന്റെ പെർഫോമൻസ്. ആരുടെ? ആ നകുലന്റെ. വണ്ടി തടഞ്ഞു നിർത്തി കണ്ടോളാം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചേട്ടനാണെങ്കി വെള്ളത്തിൽ വീണ ചുണ്ടലിയെ പോലെ കമ എന്നൊരക്ഷരം മിണ്ടാതെ ഒറ്റ നിപ്പ. ദേ അപ്പുറത്ത് ഇന്ദുവേടത്തി മുറി ഒരു കോടതി മുറിയാക്കി ക്രോസ് വിസ്താരം നടത്തി കൊന്നോണ്ടിരിക്കുക. അയാക്കേ അങ്ങനെ തന്നെ വേണം. 1 വന്നാലും 9 വന്നാലും മനുഷ്യൻ പഠിക്കത്തില്ലാന്ന് വെച്ചാ എങ്ങനെയെങ്കിലും അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ പാട് നോക്കി പോകട്ടെ എന്ന് കരുതേണ്ടതിന് പകരം അവിടെ ചെന്ന് കല്യാണവും മുടക്കി. അല്ല മതി, ഇനി അവരെ ഇങ്ങോട്ടെങ്ങാനും കൊണ്ടുവരാൻ വല്ല ഉദ്ദേശമുണ്ടോ ബാലേട്ടന്? ഇനി രഹസ്യമായിട്ട് അങ്ങനെ വല്ല ഉറപ്പും കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഏയ്, അവിടെ വെച്ച് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എന്തോ ഒരു അന്തർനാടകം ഇല്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്ത് നാടകം? നിങ്ങൾക്കാവൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്തോ ഒരു രഹസ്യം ബാലേട്ടനും സീതയിടത്തേക്കും ഇടയിലുണ്ട്. അല്ലാതെ ബാലേട്ടൻ ചാടിക്കേറി കല്യാണം മുടക്കേണ്ട കാര്യമില്ല. അല്ല, ചിലപ്പോ അവരുടെ വയറ്റിലെ കുഞ്ഞ് ബാലേട്ടൻ്റെതാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഭാര്യയെ വിട്ടുകൊടുക്കാൻ അയാൾക്ക് ഇത്ര മടി. ആ കല്യാണം നടന്ന് കാര്യങ്ങൾ 2 വഴിയാവൂന്നാ ഞാൻ കരുതിയത്. മതി, എന്തിനാ അങ്ങനെ കരുതുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസമായി പറഞ്ഞില്ലേ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന്. ബാലേട്ടൻ ആദ്യ ഭാര്യയെ കൊണ്ട് നിർത്തുകയോ 2ാം ഭാര്യയെ ഇറക്കി വിടുകയോ 2 ഭാര്യമാരുടെ കൂടെ ജീവിക്കുകയോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി രവിയേട്ടാ. പിന്നെ ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ. ഇന്ദുവേടത്തിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്ത് കാര്യം മതി? ഒന്നും അല്ലെന്നേ, ഈ അവസ്ഥയിൽ ഇന്ദുവേടത്തിക്ക് വേണ്ട മാനസിക പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? ഞാൻ ചെന്ന് ഇന്ദുവേടത്തിക്ക് കുറച്ച് ധൈര്യമൊക്കെ കൊടുത്തിട്ട് വരാട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തിന്റെ ആവശ്യമുണ്ടോ ഇപ്പോ? ഇല്ല, എനിക്ക് ആവശ്യത്തിന് ധൈര്യമുണ്ട്. എന്നാ ശരി, ഉറക്കം ബാക്കി തുടർന്നോ കേട്ടോ. ചായ കിട്ടുന്നതിന് മുമ്പ് വിളിച്ചും കളഞ്ഞു. ഇന്ദുവേടത്തി ഇങ്ങനെ ജീവിതം തകർന്നതുപോലെ ഇരിക്കാതെ. ജീവിതം തകർന്നു, അത് സത്യം. ഒന്ന് ചുമ്മാ അതിരിക്കേണ്ട ഇന്ദുവേടത്തി. കാര്യം ഇന്ദുവേടത്തി ക്ലീൻ ആയിട്ട് തോറ്റു. പക്ഷേ അതിനൊരു ഗുണമുണ്ടായി. തേങ്ങ അരമുറി പോയാലെന്താ, നായയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയെന്ന് കേട്ടിട്ടില്ലേ? ബാലേട്ടന്റെ തനി നിറം മനസ്സിലായില്ലേ? അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്താമല്ലോ. എന്ത് നീക്കങ്ങള്? എന്റെ ജീവിതം തകർന്നു എന്നുള്ളത് സത്യം തന്നെയാ. ചന്ദ്രേട്ടനുമായുള്ള എന്റെ കല്യാണം എനിക്ക് പറ്റിയൊരു മണ്ടത്തരമായി എന്ന എന്റെ തോന്നലിന്റെ ശക്തി കൂടുക. ആ മണ്ടത്തരത്തെ ഒരു വലിയ ശരിയാക്കാനാ ഞാൻ ഇപ്പോഴും പറയുന്നത്. ചന്ദ്രേട്ടന്റെ മനസ്സ് ആ വൃത്തികെട്ടവളിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നിടത്തോളം കാലം ഞാൻ ജയിക്കത്തില്ല കലേ. ഇങ്ങനെ പാതി വഴിക്ക് തോറ്റു മാറാനായിരുന്നെങ്കിൽ സീതയിടത്തി വന്ന അന്ന് തന്നെ ഇന്ദുവേടത്തി കൂടും കുടുക്കെടുത്ത് സ്ഥലം വിട്ടാ മതിയായിരുന്നല്ലോ. ഇതിപ്പോ ഒരുമാതിരി ഒടുക്കം വരെ കസേരയിൽ അള്ളി പിടിച്ചിരുന്നിട്ട് ഗതി കെട്ട് നാണം കെട്ട് രാജിവെച്ച് കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രീയക്കാരനെ പോലെയായി. അവളില്ലാതാവാതെ ചന്ദ്രേട്ടന്റെ മനസ്സ് മാറത്തില്ല. കൊല്ലണോ അവളെ? കൊല്ലണോ തിന്നണോ എന്നൊക്കെ പറയാൻ എളുപ്പോ. പക്ഷെ അങ്ങനെയൊക്കെ കയറി ചെയ്യാൻ പറ്റൂ? ഞാൻ പണ്ടു പറഞ്ഞതുപോലെ ചോര പൊടിയാതെയുള്ള സർജറി വേണോ ഇന്ദുവേടത്തി? എ സൈലന്റ് സർജിക്കൽ കട്ട്.
ഇന്ദുവേടത്തി വക്കീലല്ലേ, നിയമം പഠിച്ചവള്. തീക്കനലുകളല്ലേ നിയമത്തിലെ ഓരോ വകുപ്പുകളും. അതെടുക്ക്. എന്നിട്ട് ഇന്ദുവേടത്തിയുടെ ചന്ദ്രേട്ടനോട് സീതേടത്തിയുമായിട്ടുള്ള നിയമപരമായ ബന്ധം വേർപെടുത്താൻ പറയേ. ഞാൻ പറഞ്ഞു എന്ന് കരുതി ചന്ദ്രേട്ടൻ അത് ചെയ്യൂ? ചെയ്യിക്കണം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, വിവാഹമോചനം ആവശ്യപ്പെട്ട് ബാലേട്ടൻ ഒരു കടലാസ് അയച്ച സീതേടത്തി അത് ഒപ്പിട്ട് തിരിച്ചയക്കും. ഉറപ്പ്. അങ്ങനെ ചെയ്യോ സീത? ഉറപ്പായും ചെയ്യും. അന്ന് അവരിവിടെ തിരിച്ചു വന്ന സമയത്ത് ബാലേട്ടൻ മൗനമായി നിൽക്കുന്നത് കണ്ട് ഇറങ്ങിപ്പോയവരല്ലേ അവര്. അതവരുടെ മനസ്സിന്റെ ഉറപ്പ്. എന്തൊക്കെ പറഞ്ഞാലും ബാലേട്ടനേക്കാൾ കൂടുതൽ അന്തസ്സും അഭിമാനവും സീതേടത്തിക്ക് തന്നെ. ബാലേട്ടനല്ലേ പിന്നെയും ഏങ്ങി തേങ്ങി നിൽക്കുന്നത്. വക്കീൽ നോട്ടീസിന് അവള് മറുപടി അയച്ചാൽ ഇന്ദുവേടത്തിക്ക് അവളെ കോടതി മുറിയിലിട്ട് കടിച്ചു കൊടയാം. ഇല്ലെങ്കിൽ പിന്നെ ഇന്ദുവേടത്തി നിയമം പഠിച്ചതിനും കറുത്ത കോട്ട് തച്ചു വെച്ചതിനും ഒരു പ്രയോജനവും ഇല്ലാതെ വരും. പറഞ്ഞിട്ടുണ്ട് ഞാൻ ചന്ദ്രേട്ടനോട്, ഇവിടെ മുതൽ ഇന്ദുവിന്റെ മുഖം മാറി തുടങ്ങുകയാണെന്ന്. ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവളാ ഞാൻ. അങ്ങനെ മുമ്പോട്ട് പോവാൻ എനിക്ക് പറ്റത്തില്ല. കല പറഞ്ഞതുപോലെ പാതി വഴിയിൽ തോറ്റു പിന്മാറാനും വയ്യ. നോക്കിക്കോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അല്ല, ബാലേട്ടൻ എവിടെ പോയി? അറിയില്ല. അങ്ങേര് സ്വസ്ഥത തേടി പോയതായിരിക്കും. ഓ, സ്വസ്ഥത തേടി. ബാലേട്ടന്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കറിയാം. തിരിച്ചു വരുമ്പോ സ്കൂട്ടറിന്റെ പിന്നിൽ സീതാദേവി ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആരെങ്കിലും ഒരാളുടെ കൂടെ സീതയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാളുടെ കൂടെ സീതയ്ക്ക് കഴിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ നിനക്ക് കഴിയാൻ പറ്റുമെങ്കിൽ എന്റെ മോക്കും അതിന് പറ്റുവടാ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാണെന്നല്ലേ? എന്റെ താലിയെ ബാലേട്ടൻ അംഗീകരിച്ചെങ്കിൽ അതെന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനും കൂടെ ഉള്ള അംഗീകാരമാ. സീത കളിച്ചത് ഒരു നാടകമാ. ഈ മനുഷ്യനെ ഇവിടെ വരുത്താൻ, ഇയാളുടെ വായിൽ ഇത് കേൾക്കാൻ. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? എനിക്ക് സീതയൊന്ന് കാണണം. പറ്റത്തില്ല. നീ എന്തിനാ അവളെ കാണുന്നേ? എന്താ കാര്യം അത് പറ. നീ എനിക്കൊരു കാര്യം ചോദിക്കാനാ. അങ്ങനെ നീ ഇപ്പൊ ഒരു കാര്യവും ചോദിക്കണ്ട. നിനക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ധൈര്യമുണ്ടോ? നിന്റെ കൂടെ ഇപ്പൊ താമസിക്കുന്നവളെ ഇറക്കി വിട്ടിട്ട് എന്റെ മോളെ കൂടെ കൂട്ടി ജീവിക്കാൻ നിനക്ക് കഴിയോ? അതിന് കഴിയില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ഉള്ള സമാധാനം കൂടി കളയാനോ? അമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അമ്മ, നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട. എനിക്കിപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളില് നിന്നോട് ഇത്തിരി സ്നേഹമുണ്ട്. നീ അത് കളയണ്ട. നീ തിരിച്ചു പോ ബാല. വല്യണ്ണൻ ഇപ്പൊ വരും. വന്ന വലിയ പ്രശ്നമാവും. ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും സീതയെ കാണാതെ ഞാൻ പോവത്തില്ല. ബാല, ദൈവത്തെ ഓർത്ത് നീ ഇവിടുന്ന് ഒന്ന് പോ. ഞങ്ങളെ സമാധാനമായിട്ട് ഒന്ന് ജീവിക്കാൻ വിട്. ഇന്ന് തന്നെ അവക്കൊരു ജീവിതം ഉണ്ടാവേണ്ടതാ. നീ ആയിട്ടത് നശിപ്പിച്ചു. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ സീത എന്നെ വിട്ടു പോകുമെന്ന്? സീത എന്തിനു നിന്നെ വിട്ട് പോവാതിരിക്കണോടാ? നിനക്കിപ്പോ വീട്ടിലൊരു ഭാര്യയില്ലേ, ഒരു കുടുംബമില്ലേ? പിന്നെ എന്താടാ? നിനക്കാണ് സീതയെ വേണ്ടതാനും. പിന്നെ നീ എന്തിനാ അവളെ കാണുന്നേ? അവളെ അവളുടെ വഴിക്ക് വിട്ടുകൂടെ? ഓടി വന്നിരിക്കുന്നു പൂമാല പിടിച്ചു പറിക്കാനും വലിച്ചെറിയാനുമായിട്ട്. അല്ലെങ്കിൽ ആ കല്യാണം എങ്കിലും നടന്നു പോയാനെ. ആണൊരുത്തിന് അവക്ക് തുണയായിട്ട് വന്നാനെ. ആരെങ്കിലും ഒരാളുടെ കൂടെ സീതയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാളുടെ കൂടെ സീതയ്ക്ക് കഴിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ നിനക്ക് കഴിയാൻ പറ്റുമെങ്കിൽ എന്റെ മോക്കും അതിന് പറ്റുവടാ. ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാ ബന്ധങ്ങൾ, അല്ലാതെ ജനിച്ചു വീഴുമ്പോ കൂടെ കൊണ്ടുവരുന്നതല്ല. നിനക്ക് സീതയെ വേണ്ട,
പകരം നീ ഇന്ദുവിനെ കണ്ടെത്തി. അപ്പോ ബാലന് പകരം സീത വേറൊരാളെ കണ്ടെത്തുന്നു. അത് ഒന്നെങ്കിൽ നകുലൻ അല്ലെങ്കിൽ മറ്റൊരാൾ, അത്രേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും ബാല. നീ പോ. ഇല്ല, ഞാൻ സീതയൊന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ വിളിച്ചിട്ട് നീ അവളെ കാണത്തില്ല. അവളെ കാണാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഗർഭിണി കൊച്ച, അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്താടാ നീ ഇവിടെ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന്? അയ്യോ വല്യണ, പഴക്ക് വേണ്ട, വിടു വല്യണ. യവൻ എന്ത് ധൈര്യത്തിലാണ് ഈ മുറ്റത്ത് വന്നത്? അതോ നിങ്ങൾ അമ്മയും മോളും കൂടി വിളിച്ചു വരുത്തിയത്? വല്യണ, മഹാഭാവം പറയല്ലേ. ഞാൻ നോക്കുമ്പോ പാലം മുറ്റത്ത് വന്ന് നിൽക്കുന്നു. യവൻ എന്തിനാ ഇവിടെ വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് സീതയെ കാണണം. സീതയെ കാണാൻ നിനക്കെന്താണ് അവളുമായിട്ടുള്ള ബന്ധം? നീ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഇന്ന് അവിടെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടക്കിയത്? ദൈവഭാഗ്യം കൊണ്ട് ആ നഗലൻ ഇവിടെ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയത്. ഇനിയിപ്പോ ഇതെങ്ങാനും കണ്ടുകൊണ്ട് അവൻ കയറി വന്നാൽ ഈ മുറ്റത്ത് കൊലപാതകം നടക്കും. അവൻ കുത്തി നിന്റെ കുടൽമാല എടുക്കും. അങ്ങനെ ഭയപ്പെടുത്തൊന്നും വേണ്ട. ഞാൻ വന്നിരിക്കുന്നതേ എന്റെ ഭാര്യയെ കാണാനാ.